ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൻസ് കിച്ചൻ. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തി ഇപ്പോൾ ഒരു 14 ദിവസം കഴിഞ്ഞു. മൊത്തത്തിൽ നമ്മളെ ക്വാറൻറ്റൈനെല്ലാം കഴിഞ്ഞു. 28 ദിവസം ഇന്നത്തോടെ കഴിഞ്ഞു. ഇന്നലത്തോടെ കഴിഞ്ഞു. വീട്ടിൽ വന്നതിന് ശേഷമുള്ള കുറേ വീഡിയോസെല്ലാം നിങ്ങൾ കണ്ടിന്. ഇനിയിപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ പിന്നെ അളാമാൻ്റെ വീട്ടിൽ നിന്ന് 14 ദിവസം കഴിഞ്ഞപ്പം നമ്മളെ വീട്ടിലേക്ക് വന്നു. പിന്നെ 14 ദിവസം കഴിഞ്ഞപ്പോൾ എന്താ വന്നതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നാ 28 ദിവസമാണ് കറക്റ്റായിട്ട് ക്വാറൻറ്റൈൻ ഇരിക്കേണ്ടത്. അപ്പോൾ 14 ദിവസം കഴിഞ്ഞപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബാക്കിയുള്ള 14 ദിവസം നമ്മളാരും ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുതെന്നു. അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇന്നലത്തേക്ക് 28 ദിവസം കഴിഞ്ഞു. നമ്മളാരും എവിടെയും പുറത്ത് പോയിട്ടുമില്ല, കാര്യമായിട്ട് ആരും ഗസ്റ്റായിട്ട് ആരും വന്നിട്ടുമില്ല. പിന്നെ ഇടയ്ക്ക് എളാമാൻ്റെ മക്കളൊക്കെ വന്ന് അന്വേഷിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരോടാണ് വിളിച്ച് പറയാൻ. അതുപോലെ ഷോപ്പിലൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ എത്തിച്ചു തരും. അതുകൊണ്ട് അത്ര അതിനുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ വരുമ്പം തന്നെ നല്ല മഴയെല്ലാം ഉണ്ടായിരുന്നു. വന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ കറണ്ടും പോയി. പിന്നെ എന്തായാലും കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ തൽക്കാലം എമർജൻസിയും ലൈറ്റും ടോർച്ചും ഒക്കെ വെച്ചിട്ട് വീടൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തു. മൊത്തം ഒന്ന് തുടച്ചെടുക്കേണ്ടി വന്നു. പിന്നെ ഇത് കാണുന്നത് രാവിലത്തെ വിശേഷങ്ങളാണ്. വെള്ളാപ്പത്തിന് ഉമ്മ വന്നപ്പാടന്നെ അരി അവിടെ കുതിർത്ത് വെച്ചു. പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് അരച്ചിട്ട് രാവിലെ ഇതാ വെള്ളാപ്പം ഉമ്മ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നാസ്തയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറിന് ഏറ്റവും എളുപ്പമുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അല്ലേ സാമ്പാർ. അപ്പോൾ ഉച്ചയ്ക്ക് സാമ്പാറും പിന്നെ കടലയും രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും കറിയോ മറ്റോ ആക്കാന്നുള്ളതിനകത്ത്. അപ്പോൾ അങ്ങനെ കൂട്ടുകറിയും സാമ്പാറും ഒക്കെ റെഡിയാക്കി. പിന്നെ ബീട്രൂട്ട് തോരനുമാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. ഇപ്പോൾ സാമ്പാറും കൂട്ടുകറിയും ചോറും അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് തോരനുമാണ് പിറ്റേ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. അപ്പം ഇന്ന് ഇതൊന്നും അല്ല, കാര്യമായിട്ട് 2 റെസിപ്പീസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഇന്നലെ അങ്ങനെ ഉണ്ടാക്കിയപ്പം എടുത്ത വീഡിയോ ആണ്, ബ്രദർ അവിടെ നിന്ന് ഉണ്ടാക്കുന്നതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 ടൈപ്പ് ഷവർമ്മയാണ് ഇന്നുണ്ടാക്കുന്നത്, കുബൂസ് വെച്ചിട്ട് തന്നെ. അപ്പം അത് എന്താ പറയുക, രണ്ടും അവനവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാറുള്ളതാണ്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങളും അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒരു ടൈപ്പ് ഷവർമ്മ ഉണ്ടാക്കാനായിട്ട് അവൻ ആദ്യം ഫില്ലിങ് റെഡിയാക്കുകയാണ്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റിയിട്ടാണ് ഫില്ലിങ് റെഡിയാക്കുന്നത്. ചിക്കൻ ഷവർമ്മയാണ്. അപ്പം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോലത്തെ കുക്കിംഗ് അല്ലല്ലോ, കുറേ വഴറ്റലും മാളിക്കലും കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ആവശ്യത്തിന് ഉപ്പങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എരിവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 പച്ചമുളക്, എന്തായാലും സ്പൈസി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. വേറെ പൊടികളായിട്ട് കാര്യമായിട്ടൊന്നും ഇതിലങ്ങനെ ചേർക്കില്ല, എരിവുള്ളതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സാക്കി വഴറ്റിയെടുക്കാം. പിന്നെ ഒരു 2 വലിയ തക്കാളി അരിഞ്ഞിട്ട് ചേർത്തിട്ട് അതും കൂടെ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വഴന്ന് വന്നോളും. എല്ലാം കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു കളറിനും ആ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അത്യാവശ്യം നല്ലൊരു കളറ് കിട്ടും. പിന്നെ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചിട്ട് മിൻസ് ചെയ്തെടുത്ത ചിക്കനാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പൊരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പൊരിച്ചിട്ടില്ല, ജസ്റ്റ് വേവിച്ചിട്ട് മിൻസ് ചെയ്തെടുത്തതാണ്. ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഇനിയിപ്പോൾ ഇതും കൂടെ നന്നായി ഇട്ടിട്ട് ആ ചിക്കനും കൂടെ ഇട്ട് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസും 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. സോയ സോസ് ഞാനിവിടെ ഡാർക്ക് സോയ സോസാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മയണൈസും കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കാം. കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. നമ്മുടെ മസാല ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല, പക്ഷേ വേണ്ടുന്നവർക്ക് ചെയ്യാം കേട്ടോ. 2 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ മസാലയിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 മുട്ട വേറൊരു പാനിലേക്ക് ഇട്ടിട്ടൊന്ന്
ഉടച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഉടച്ചെടുക്കാം, ഒന്ന് നന്നായി സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മുട്ട നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു മസാലയിൽ മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങിൽ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള മുട്ടയും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷവർമേൻ്റെ ഫില്ലിങ് റെഡിയായി. ഇനിയിപ്പോൾ ഇത് കുബൂസിൽ എങ്ങനെയാണ് നിറക്കുന്നതെന്ന് കാണാം. റോൾ ചെയ്ത് കൊടുക്കാം, അതല്ല നമുക്ക് പ്ലേറ്റ് ഷവർമയായിട്ട് കിട്ടുമല്ലോ, ആ രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുബൂസിൻ്റെ സെൻറ്റർ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് മയണൈസ് നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. മയണൈസിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒരു പിങ്ക് സോസ് ആക്കി കഴിഞ്ഞാൽ അതും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മയണൈസ് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാല അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ഷവർമയിൽ സാധാരണ നമ്മൾ ഷവർമ റോൾ ചെയ്യുന്നില്ല, അതേപോലെ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇതിപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു പ്ലേറ്റ് ഷവർമ മോഡൽ. ഇപ്പോൾ രണ്ട് ഭാഗത്തും കുറച്ച് കുറച്ച് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. മസാല ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് മയണൈസ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടീസ്പൂൺ വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലേറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പ്ലേറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. കുബൂസിന് പല വെറൈറ്റിയിൽ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തതും ഒരു ചിക്കൻ ഷവർമ തന്നെയാണ്. ചിക്കൻ കുറച്ചെടുത്തിട്ട് എല്ലും കൊട്ടോട് കൂടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. അതല്ലാണ്ട് എല്ലില്ലാത്തത് എടുക്കുക കേട്ടോ. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് മിക്സാക്കിയതിന് ശേഷം കുറച്ച് എണ്ണയിലിട്ടിട്ട് ഒന്നങ്ങ് പൊരിച്ചെടുക്കണം. അപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണോ എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് എല്ല് പുറത്തെടുക്കണ്ട എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലില്ലാണ്ട് ഇതെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കണം. നന്നായി ഇതൊന്ന് ആദ്യം പൊരിഞ്ഞ് വരട്ടെ, കാരണം ഇത് ഓൾറെഡി വേവാത്ത ചിക്കനാണ്. അപ്പം നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ ഇതാ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടെ അങ്ങനെ അങ്ങ് പൊരിച്ചെടുക്കണം. അപ്പോൾ പൊരിച്ചെടുത്ത ചിക്കൻ ഇത് ജസ്റ്റ് മിക്സിയിലൊന്നും ഇട്ട് ക്രഷ് ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പീസായിട്ട് കിട്ടണം. അപ്പോൾ എല്ലൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് നമ്മുടെ കുഞ്ഞി അമ്മി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഓംലെറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, മുട്ടയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ളൊരു മിക്സ്, ആ ഒരു മിക്സ് ആദ്യം റെഡിയാക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഓരോ ഷവർമക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പം ഉണ്ടാക്കുന്നത്. ഒരു മുട്ടയും അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും, ഒരു 1/4 ഭാഗം മാത്രം ഉള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1-2 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് അതും എടുക്കുക. കുറച്ച് ഉപ്പും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊരിച്ചിട്ട് ചതച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇടിച്ചെടുത്ത ചിക്കൻ, അതും കൂടെ ഒന്ന് ഇട്ടിട്ട് മിക്സ് ആക്കിയെടുക്കാം. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പം ഗ്രിൽ പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തടവി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കുബൂസ് വെച്ച് കൊടുക്കാം. കുബൂസ് ഈ പറഞ്ഞ പോലെ തന്നെ നടുഭാഗത്ത് കട്ട് ചെയ്തിട്ടാണുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഓംലെറ്റ് ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു ഹോളിലൂടെ അങ്ങ് ഉള്ളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, പുറത്തൊന്നും ആവാത്ത വിധത്തിൽ. പുറത്തൊന്നും ആവില്ല, രണ്ടായിട്ട് വിട്ട് പോവാണ്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പുറത്തൊന്നും ആയി പോവില്ല.
അങ്ങനെ ഇതാ ഉള്ളിലേക്ക് എല്ലാ ഭാഗത്തും ആ ചിക്കൻ ഓംലെറ്റ് റെഡിയാക്കിയിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പറഞ്ഞ പോലെ തന്നെ മയണൈസും ടൊമാറ്റോ സോസും മിക്സാക്കിയിട്ടുള്ളൊരു ചെറിയൊരു പിങ്ക് സോസാണ്. അത് ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു സൈഡ് നന്നായിട്ട് അങ്ങ് മുരിഞ്ഞ് വരും. നന്നായി മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത സൈഡിലേക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡും നന്നായി മൊരിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷവർമ റെഡിയായി. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏത് ഷവർമയാണ് ഇഷ്ടമായെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ രണ്ടും നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പം എന്താ പറയുക, ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല, നല്ല ചൂടുള്ളത് കൊണ്ട്. ഇനിയിപ്പം കട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ചൂടോട് കൂടി നല്ല കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ കാണിച്ച റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കുബൂസൊക്കെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ കുബൂസ് വെച്ചിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റ. താങ്ക് യു.